നമസ്കാരം, ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഗ്രേപ്സിൽ കുറച്ചധികം മനോഹരമായ ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ നോട്ട് നിരോധനം വന്ന ഒരു 2016 നവംബർ മാസം 8 മുതൽ തുടങ്ങി അങ്ങോട്ട് നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ പൈസ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ച് സഫർ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി 2050 മണ്ടത്തരം പറഞ്ഞതുപോലെ അല്ല ആ ഒരു സഫറിങ്സ്. ഒരു യൂണിവേഴ്സിറ്റി തങ്ങളുടെ പരസ്യം എന്ന നിലയിൽ 2050 ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്ന ഒരു ന്യൂസ് നമ്മുടെ വിശ്വസനീയതയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പ്രിൻ്റഡ് മാധ്യമങ്ങൾ പലതും പ്രസിദ്ധീകരിച്ച് നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കി ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് നടന്നത്. യഥാർത്ഥത്തിൽ 2050 എത്തുമ്പോൾ ഒരു കറൻസി അത്തരത്തിൽ നിരോധിച്ചു എന്ന വാർത്ത പ്രസിദ്ധീകരിക്കാൻ ഇന്നത്തെ പോലത്തെ പ്രിൻ്റഡ് പത്രങ്ങൾ നമ്മുടെ വീടുകളിൽ എത്തുന്നുണ്ടാവത്തില്ല. അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഒരു ഇൻഡസ്ട്രി തന്നെ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ടെക്നോളജിയുടെ വളർച്ച അത്തരത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഗ്രേപ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ജി വാലറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കുറിച്ചാണ്. ഈ ജി വാലറ്റിൽ നമുക്ക് പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് സ്വീകരിക്കാം. ആ അഡ്വാൻസ് പേയ്മെൻറ്റ് അവരുടെ ആ ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന എല്ലാ കൗണ്ടറുകളിലും പേയ്മെൻറ്റ് കളക്ഷൻ മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ജി വാലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ വാലറ്റാണ്. നമ്മുടെ നോട്ട് നിരോധനത്തിന് ശേഷം 2000 നോട്ട് വന്നപ്പോൾ വളരെ ഉപകാരപ്പെട്ടിരുന്നു. കാരണം റിസപ്ഷനിൽ 2000 നോട്ട് കൊടുക്കുമ്പോൾ ബാലൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി കൗണ്ടറുകളിൽ എല്ലാ ഉപയോഗവും കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് കൗണ്ടറിൽ നിന്ന് ബാലൻസ് പേ ചെയ്താൽ മതി. ഇന്ന് പലപ്പോഴും മാതാപിതാക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സയ്ക്കായി പണമടയ്ക്കാൻ വേണ്ടി മക്കൾ കൂടെ നടക്കുന്ന സംവിധാനം ഒഴിവാകുന്നതിന് ഉപയോഗിക്കുന്ന നല്ലൊരു സംവിധാനമായി അത് മാറിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ സ്പെഷ്യൽ വാലറ്റുകളുണ്ട്. IP അഡ്വാൻസിനായിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് വാലറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. കീമോതെറാപ്പി, അത്തരത്തിലുള്ള റേഡിയോ തെറാപ്പി, ഓങ്കോളജി ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണമെങ്കിൽ പ്രത്യേകം വാലറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഡയാലിസിസിന് വേണ്ടി പ്രത്യേകം വാലറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഡൈനാമിക് ആയിട്ടുള്ള വാലറ്റ് ഫെസിലിറ്റി ഉണ്ട്. കോമൺ ആയിട്ട് ജി വാലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതിൽ ടോപ്പ് അപ്പ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ഒരു പണം അടച്ചിരുന്നാലും ഇപ്പോൾ ഡയാലിസിസിന് മാത്രമായിട്ടൊരു പേഷ്യൻറ്റിന് വേണ്ടി ഒരാൾ ഒരു 10,000 രൂപ അഡ്വാൻസ് ചെയ്ത് ജി വാലറ്റിൽ അടച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ പേഷ്യൻ്റ് മറ്റാവശ്യങ്ങൾക്ക് ചിലവാക്കുമ്പോൾ അത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ആ ഡയാലിസിസിന് വേണ്ടി അങ്ങനെ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഡെഡിക്കേറ്റഡ് വാലറ്റാണ് IP അഡ്വാൻസിൻ്റെ വാലറ്റ്. IP അഡ്വാൻസ് അല്ലാതെ തന്നെ കളക്ട് ചെയ്യാം, വാലറ്റിലും കളക്ട് ചെയ്യാം. സോ ഈ ജി വാലറ്റ് വളരെ മനോഹരമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു ഫംഗ്ഷനാണ്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ സോഫ്റ്റ്വെയറിലെ ജി വാലറ്റ്. താങ്ക് യു.